ഹായ് കൂട്ടുകാരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. തീർച്ചയായും എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 പരിസ്ഥിതി ദിന പ്രമേയം എന്താണ്? ഉത്തരം, എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം, കൊറിയ. അടുത്തത് ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയായിട്ട് കാണുന്നത് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം, സൈലന്റ് വാലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ കണ്ടൽക്കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏത്? ഉത്തരം, ഹോർത്തൂസ് മലബാറിക്കസ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ഭൂമിയിലെ ഏറ്റവും വലിയ വനം ഏത്? ഭൂമിയിലെ ഏറ്റവും വലിയ വനമാണ് ആമസോൺ വനം. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത്? 1974 ജൂൺ 5. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് നമ്മളുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളതായിട്ട് കാണുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം 1966. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് ആര്? ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് റേച്ചൽ കഴ്സൺ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് മസനോബു ഫുക്കുവോക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? WG റോസൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന UNDP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനമാണ്. അപ്പോൾ തീർച്ചയായും എൻ്റെ വീഡിയോ
എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.